ഞാൻ കണ്ടിരുന്നു രാഹുൽ ഈശ്വറിൻ്റെ യൂട്യൂബ് ചാനലിൽ തട്ടം ഇഷ്യൂ ഐഷനെ ഒരുപാട് നല്ല നല്ല സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞുകൊണ്ട് ഐഷയ്ക്ക് സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ ഇടുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ തട്ടം നമ്മുടെ ആ തട്ടം കൂടെ സിനിമ കൂടെ വെച്ച് പറയാം, നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഹിറ്റ് സിനിമകളിലൊന്ന് ഒരു തട്ടത്തിൻ മറയത്താണ്. നമ്മുടെ നാടിന്റെ ഒരു നന്മയാണ്, തട്ടം ഇടാനും ഇടാതിരിക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഒരു ഹിന്ദു കുട്ടിക്ക് ചരട് ഇടാനും ഇടാതിരിക്കാനുള്ള റൈറ്റ് ഉണ്ട്. നമ്മൾ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ കയറി ഇടപെടുന്നത്? അവൾ അങ്ങനെ ഒരു തട്ടം ഇട്ടുകൊണ്ട് പോകുന്നത് എന്ത് നഷ്ടം ഉണ്ടാകാനാണ്? പ്രത്യേകിച്ച് നമ്മുടെ ക്രിസ്ത്യൻ സിസ്റ്റർമാർ ആലോചിക്കേണ്ടത്, ക്രിസ്ത്യൻ സിസ്റ്റർമാരുടെ ഈ തട്ടം എന്നല്ല വേറൊരു പേര് പറയുന്നത്, അവരുടെ വെയിലിടുന്ന പോലെ ഈ സാധനം അഴിച്ചു പിപ്പിക്കണമെന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. നോർത്ത് ഇന്ത്യയിൽ ഇതിട്ടുകൊണ്ട് നടന്ന പ്രശ്നമുണ്ട്. നോർത്ത് ഇന്ത്യയിലെ ഈ തീവ്ര ഹിന്ദുത്വവാദികൾ ഇതിട്ടുകൊണ്ട് നടക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ഒരുപാടൊന്നും അല്ലല്ലോ, 2 മാസം മുമ്പല്ലേ അങ്ങനെ നമ്മുടെ 2 കന്യാസ്ത്രീമാരെ അവിടെ അറസ്റ്റ് ചെയ്തത്, അവർ ജയിലിൽ കിടന്നത്. പാവപ്പെട്ട ആദിവാസികളെ സഹായിക്കാൻ പോയതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ആ സിസ്റ്റർമാർ ഒരു ജോലിക്ക് വേണ്ടി അവിടുത്തെ പാവപ്പെട്ട പിന്നോക്കക്കാർ, അവർക്ക് ദാരിദ്ര്യമാണ്, ആഹാരമില്ല, വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുകയാണ്. അപ്പോൾ ഈ അവരും കുറച്ച് കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളിലേ നമ്മൾ ഇന്ത്യയുടെ സാഹചര്യങ്ങളൂടെ മനസ്സിലാക്കി തന്നെ നമ്മൾ പ്രതികരിക്കണം. അതുകൊണ്ട് തട്ടം ഇടാനും ഇടാതിരിക്കാനും റൈറ്റ് ഉണ്ട്. ഒരു ദിവസമൊക്കെ തട്ടം ഇടാൻ തോന്നി, അടുത്ത ദിവസം തോന്നിയില്ല, അത് അവളുടെ അവകാശമാണ്. നമ്മൾ എന്തിനാണ് അവളുടെ ഡ്രസ്സിൻ്റെ സ്വാതന്ത്ര്യത്തിൽ കയറി ഇടപെടുന്നത്? ഇപ്പം നേരെ തിരിച്ച്, അപ്പോൾ അവിടെയാണ് റീസണബിൾ അക്കോമഡേഷൻ എന്ന് പറയുന്നത്. നാളെ ഒരാൾ പറയുകയാണ് ഞാൻ ജൈനനായി മാറി. ജൈനന്മാർക്ക് ദിഗംബരന്മാരെന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് ജൈനന്മാർക്ക് ദിക്കുകളാണ് വസ്ത്രങ്ങൾ, ഞങ്ങൾ വേറെ വസ്ത്രം ഉപയോഗിക്കില്ല. ഞാൻ സ്കൂളിൽ വരുമ്പോൾ ജൈന ദിഗംബരനായി വരുമെന്ന് പറഞ്ഞാൽ അത് അൺറീസണബിൾ ആണ്. അപ്പോൾ റീസണബിൾ അക്കോമഡേഷൻ അല്ലെങ്കിൽ റീസണബിൾ അക്സെപ്റ്റൻസ് എന്ന് പറയുന്നൊരു കാര്യം തീർച്ചയായിട്ടും വേണം, അതിന് സംശയമില്ല. അപ്പോൾ ആ റീസണബിൾ അക്കോമഡേഷനാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ ഈ സാങ്കേതികത്വമല്ല, ടെക്നിക്കാലിറ്റി പറഞ്ഞ് ആരെയും അകറ്റി നിർത്തുന്നതല്ല, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു മനോഭാവമാണ് വേണ്ടത്. കാര്യം ഇന്ത്യ ഭരിച്ചിരുന്ന ഏറ്റവും വലിയ റൂളേഴ്സിലൊന്ന് റസിയ സുൽത്താനയാണ്. നമ്മുടെ സുൽത്താനേറ്റുകളുടെ റസിയ സുൽത്താനയാണ്, ഝാൻസി റാണിയാണ്. നമ്മുടെ നാട്ടിലെ എത്രയോ പേർ, നമ്മുടെ ദേശീയ തലത്തിലെത്തിയ ദ്രൗപദി മുർമു, സോണിയാഗാന്ധി, പലപ്പോഴും ഈ തല മറയ്ക്കുന്നത് ആസ് എ സിമ്പിൾ ഓഫ് ഹ്യൂമിലിറ്റി എന്നൊക്കെ പറയാറ്. അവർക്ക് തല മറയ്ക്കണമെങ്കിൽ മറയ്ക്കണ്ടെങ്കിൽ മറയ്ക്കണ്ട, അത് അവളുടെ റൈറ്റാണ് എന്ന് നമ്മൾ ചിന്തിച്ചാൽ. അതെ, ഈ ഒരു ന്യൂസ് കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷം തോന്നിയ മറ്റൊരു കാര്യം, അതേ സ്കൂളിൽ പഠിക്കുന്ന മറ്റൊരു കുട്ടിയുടെ ഉമ്മയുടെ ഒരു നിലപാടുണ്ടായിരുന്നു. ജസ്ന എന്നാണ് തോന്നുന്നു ആ അമ്മയുടെ പേര്. വളരെ സ്ട്രോങ് ആയ നിലപാടെടുത്തു, അത് മറ്റൊരു ക്രിസ്ത്യൻ സ്കൂളിൽ തന്നെ ചേർത്തു. അതാണ് അതിലെ വിജയം. എല്ലാ വിഭാഗങ്ങളിലും, ഹിന്ദുക്കളിലും ക്രിസ്ത്യാനികളിലും മുസ്ലിങ്ങളിലും ഒക്കെ ഈ തീവ്ര നിലപാടെടുക്കുന്നവരോട് ഈ തീവ്രതയാണ് പ്രശ്നം. നമുക്ക് മൃദു മതി, സോഫ്റ്റ് മതി, എന്ന് പറഞ്ഞാൽ ഇനിയും തീവ്ര നിരീശ്വരവാദികളും ഉണ്ട്, അതും വേണ്ട. നമുക്ക് എല്ലാവരും ഒരുമിച്ച് പോകുന്ന ഞാൻ അതുകൊണ്ട് ആലങ്കാരികമായി പറയാറുണ്ട്, നമ്മുടെ വിനീത് ശ്രീനിവാസനും നിവിൻ പോളിയും ശ്വേതാംബരധരേ ദേവി എന്ന് പറഞ്ഞ വളരെ മനോഹരമായ ഒരു ദേവീ സ്തുതിയുണ്ട്. അത് നോക്കി പാടുന്നത് ഇതൊരു ബാലൻസ് ആണ്, സിന്തസിസ് ആണ്, സിനർജിയാണ്. ഇനി വേറെ ഏത് രീതി, കേരളം കണ്ട ഏറ്റവും വലിയ പ്രണയകഥകളിലൊന്ന് ഒരു മൊയ്തീനും കാഞ്ചനയാണ്. ആലോചിച്ച് നോക്കുക, മൊയ്തീൻ എന്ന് പറയുന്ന പൃഥ്വിരാജ് അവതരിപ്പിച്ച ക്യാരക്ടർ, കാഞ്ചന എന്ന് പറയുന്ന പാർവതി തിരുവോത്ത് അഭിനയിച്ച ക്യാരക്ടർ ഏറ്റവും മനോഹരമായ സിനിമകളിലൊന്നാണ്. അപ്പം ഷാറൂഖ് ഖാനും ഗൗരിയും നോർത്തിൽ നോക്കുകയാണെങ്കിൽ, ഷാറൂഖ് ഖാൻ മുസ്ലിം സമുദായത്തിൽപ്പെട്ടതാണ്, ഗൗരി ഹിന്ദു സമുദായത്തിൽപ്പെട്ട വ്യക്തിയാണ്. രണ്ടുപേരും വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നു. അതല്ലേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു മാതൃക. ആ മാതൃകകളാണ് നമുക്ക് വേണ്ടത്. അതെ, ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇതേ കാര്യങ്ങൾ തന്നെ പറയുകയാണെങ്കിൽ, ഈ കമൻറ്റ് ബോക്സസ് നോക്കുകയാണെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് പല ഫേക്ക് അക്കൗണ്ട്സിൽ നിന്ന് കമൻസ് വരുന്നത്. ചിലപ്പോൾ അവർ ഇപ്പോൾ ഒരു മുസ്ലിം നെയിം ഇട്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കമന്റ് ഇടും, അതുപോലെ ഹിന്ദു നെയിം ഇട്ടിട്ട് കമന്റ് ഇടും. ബട്ട് എനിക്കിത് കാണുമ്പോൾ തോന്നുന്നില്ല ഇവരൊക്കെ യഥാർത്ഥ മുസ്ലിംസോ യഥാർത്ഥ ഹിന്ദുക്കളോ ആണെന്ന്. വെറുതെ ഒരു കലാപം. പെട്ടെന്ന് ശ്രദ്ധിച്ചാൽ മതി, 90% ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വരുന്നതായിരിക്കും ഈ ഹേറ്റ്രഡ് സ്പ്രെഡ് ചെയ്യുന്നത്. 2, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏത് സിനിമയിലാണ് നമ്മുടെ ധ്യാനും നിവിനും ഉള്ളൊരു സിനിമ ഉണ്ടായിരുന്നല്ലോ, നിവിൻ മറ്റേ ആടുജീവിതം പോലെ വെളിയിൽ പോകുന്നത്, മലയാളി ഫ്രം ഇന്ത്യയിലാണെന്ന് തോന്നുന്നു. അതിൽ കൃത്യമായിട്ട് കാണിക്കുന്ന ഒരു സീനുണ്ട്. ധ്യാൻ, അതായത് ഈ തീവ്ര ഹിന്ദുത്വവാദി ഇസ്ലാമിക പേരിൽ എന്തെങ്കിലും പ്രകോപനപരമായ കമന്റ് ഇടും, ഇതേപോലെ തീവ്ര ഇസ്ലാമിസ്റ്റ് ഹിന്ദു പേരിൽ എന്തെങ്കിലും പ്രകോപനപരമായ കമന്റ് ഇടും. എന്നിട്ട് പ്രകോപിപ്പിക്കും. അപ്പോൾ അതൊരു ഭയങ്കര, അത് നമ്മുടെ നാട്ടിലെ ഒരു വലിയ എന്താ പറയുക, ഈ അതിബുദ്ധി കാണിക്കുന്നതാണ്. അതായത് ഏതെങ്കിലും ഒരു തീവ്ര ഹിന്ദുത്വവാദി ഇസ്ലാം പേരിൽ പോയി ഹിന്ദുക്കളെ ചീത്ത വിളിക്കും. അത് കേൾക്കുമ്പോൾ ഹിന്ദുക്കൾക്കൊരു വികാരം ഉണ്ടാണോ, അതാണ് അവൻ്റെ ഉദ്ദേശം. നേരെ തിരിച്ച് ഇതേപോലെ തീവ്ര ഇസ്ലാമിസ്റ്റ് ഹിന്ദു പേരിൽ പോയി മുസ്ലിങ്ങളെ ചീത്ത വിളിക്കും, മുസ്ലിങ്ങൾക്ക് പ്രകോപനം ഉണ്ടാകും. അങ്ങനെ ഒരുപാട്, അതൊരു മനോരോഗമാണ്. അത് യഥാർത്ഥത്തിൽ ഒരു ആഴത്തിലേറിയുള്ളൊരു മനോരോഗമാണ്. അതിൻ്റെ വലിയൊരു എക്സാമ്പിളായിട്ട് ഇതേപോലെ ഞാൻ ദേശീയ മാധ്യമങ്ങൾ വളരെ സെൻസിറ്റീവായ ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ എന്തോ പറഞ്ഞപ്പോൾ ഒരു ക്രിസ്ത്യാനി
അല്ല അതായത് ഒരു മുസ്ലിം അതിമോശമായിട്ട് യേശു ക്രിസ്തുവിനെ അമ്മ മേരിയെക്കുറിച്ച് പറയുന്നൊരു കമൻറ്റ്. ഇത് കണ്ടൊരു ക്രിസ്ത്യാനി പറഞ്ഞു എന്നോട് നാഷണൽ മീഡിയ വർക്ക് ചെയ്യുന്ന ഒരാൾ, കണ്ടില്ലേ നമ്മുടെ യേശു ക്രിസ്തുവിനെ അമ്മ മേരിയെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരിക്കലും ഒരു മുസ്ലിമിന് ഇത് ചെയ്യാൻ കഴിയില്ല. വേറൊന്നും കൊണ്ടല്ല, പരിശുദ്ധ ഖുറാനിൽ പരാമർശിച്ചിരിക്കുന്ന ഏക വനിതാ രത്നം യേശു ക്രിസ്തുവിൻ്റെ അമ്മ മേരിയാണ്. ഒരു ചാപ്റ്റർ തന്നെ മേരിയെക്കുറിച്ചുണ്ട്. യേശു ക്രിസ്തുവിനെ പ്രവാചകനായിട്ട് ദൈവീകമായി അംഗീകരിക്കുന്ന ഒരു പുസ്തകമാണ് ഖുറാൻ. അപ്പോൾ ഇത് വേറെ ആരോ ഇട്ടതാണ്. കാര്യം ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പർദ്ധ ഉണ്ടാക്കിക്കാൻ വേണ്ടി ബോധപൂർവ്വം ഇടുന്നതാണ്. അപ്പം നമ്മൾ കേൾക്കുന്ന സാധാരണ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും വിശ്വാസം ഉള്ളവനും വിശ്വാസം ഇല്ലാത്തവനും മനസ്സിലാക്കേണ്ടത് ഇത്തരം കാര്യങ്ങളെ വെച്ച് നമ്മളെ തമ്മിൽ തല്ലിപ്പിക്കാൻ നോക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ ഇനിയും ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം കുറച്ച് വർഷം മുമ്പത്തെയാണ്, ഞങ്ങളടക്കം ഇടപെട്ട് നിർത്തിയതാണ്. സ്വാമി അയ്യപ്പന്, അതായത് വളരെ മോശമായിട്ട് അയ്യപ്പനെക്കുറിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരികയുണ്ടായി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അടക്കം ശ്രദ്ധയിൽപ്പെട്ടു. അതായത് പറയാൻ പോലും കഴിയാത്തത്ര മോശമായൊരു സാധനം ഒരു ക്രിസ്ത്യൻ പേരിൽ നിന്ന് ആയിരുന്നു. ഇപ്പോൾ അല്ല, ഒരു 10 വർഷം മുമ്പാണ് ഒരു ക്രിസ്ത്യൻ പേരിൽ നിന്നാണ് വന്നത്. നിയമ നടപടിയൊക്കെ എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ അപ്പം തന്നെ പറഞ്ഞു, സാറേ എനിക്കൊരു കാര്യം എനിക്കൊരു സ്മെല്ല് ചെയ്യുന്നുണ്ട്, ഇത് ശരിയാവുന്നില്ലല്ലോ. അവസാനം അന്വേഷണം വന്നപ്പോൾ ഒരു തീവ്ര ഹിന്ദുത്വവാദിയാണ്. അവൻ്റെ റീജിയണൽ ഒരു ഇഷ്യൂ ഉണ്ട്. ആ ഇഷ്യൂവിൻ്റെ പേരിൽ അവൻ അവിടെ ഒരു സ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടി വളഞ്ഞ വഴിയിൽ കയറി ക്രിസ്ത്യാനിയുടെ പേരിൽ ഒരു പോസ്റ്റ് ഉണ്ടാക്കിയിട്ടതാണ്. അപ്പം അങ്ങനെ ഒരുപാട് പേർക്ക് ഈ ഭ്രാന്തന്മാരുണ്ട്. നമ്മുടെ കേരളത്തിലെ ലൈവ് ഉദാഹരണങ്ങളുണ്ട്. അതായത് കേരളത്തിൽ രാമകൃഷ്ണൻ എന്നാണ് അയാളുടെ പേര്, സ്വന്തമായിട്ടൊരു അയ്യപ്പ ക്ഷേത്രം, മലപ്പുറത്തെ അയ്യപ്പ ക്ഷേത്രത്തിന് ഈ അവിടെ ഉച്ചിഷ്ടങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് അത് മുസ്ലിങ്ങൾ ചെയ്തതാണെന്ന് വരുത്തി തീർക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞൊരു 150 വർഷം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പശുവിൻ്റെ ഇറച്ചിയും പന്നിയുടെ ഇറച്ചിയും കൊണ്ടിടും. ഇവർ തന്നെ കൊണ്ടിടും, എന്നിട്ട് മറ്റവരാ ചെയ്തതെന്ന് പറയും. ഒരു കലാപം ഉണ്ടാക്കുന്ന ആ മനസ്ഥിതിയുള്ള ഒരുപാട് പേരുണ്ട്. അപ്പം നമ്മൾ 90% അങ്ങനെയല്ല. നമ്മളൊരു സൗഹാർദ്ദം. ഞാൻ പഠിച്ചത് എല്ലാം ക്രിസ്ത്യൻ സ്കൂൾസിലാണ്. എൻ്റെ അമ്മ പഠിച്ച ക്രിസ്ത്യൻ സ്കൂൾസിലാണ്. എൻ്റെ മുത്തശ്ശി പഠിക്കുന്ന ക്രിസ്ത്യൻ സ്കൂളിലാണ്. എൻ്റെ മോൻ യാഗെന്ന പേര്, യാഗ് പഠിക്കുന്നത് തിരുവനന്തപുരം സെൻറ്റ് തോമസിലാണ്. നമ്മളെല്ലാം അങ്ങനെ ഒരു ബഹുസ്വര പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ട് വളർന്നു വന്നതാണ്. അതാണ് നമ്മുടെ ശക്തി. ഇന്ത്യയുടെ ശക്തി എന്ന് പറഞ്ഞാൽ ആ ബഹുസ്വരതയാണ്. അതെ. ഈ ജാതി എന്ന് പറയുന്നൊരു സംഭവം പലരും പല കാര്യങ്ങൾക്കും ജാതി കാർഡുകൾ ഇറക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനോട് യോജിക്കുന്നുണ്ടോ? ജാതീയത തെറ്റാണ്, സമുദായങ്ങളൊരു യാഥാർത്ഥ്യമാകാം. അതായത് ആ നിലപാടെന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ജാതികളാണ്. നമ്മുടെ നാട്ടിൽ നായർ സമൂഹം കേരളത്തിലെ പ്രമുഖമായ ഒരു സമൂഹമാണ് നായർ സമൂഹം. ഏകദേശം 10 മുതൽ 12 മുതൽ ചില ആൾക്കാർ 14 എന്ന് പറയുന്നു. ഈ 10 to 14% നായർ സമുദായമുള്ളത്. ഹിന്ദുക്കൾ മറ്റൊരു പ്രമുഖ സമുദായമാണ് ഈഴവ സമുദായം. ഈ നായർ സമുദായത്തിലാണ് ഭാരതകേസരി മന്നത്ത് പത്മനാഭൻ, NSSൻ്റെ സ്ഥാപകൻ, ചട്ടമ്പി സ്വാമികൾ ഒക്കെ വന്ന് പറഞ്ഞത്. ഇതേപോലെ ലോക ഗുരുവായി നമ്മുടെ ഇടയിൽ പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവനാണ് ഈഴവ സമൂഹത്തിൽ വന്ന് പറഞ്ഞത്. 20-22%, 24% ചിലർ പറയുന്നു ഈഴവ സമൂഹമാണ്. പിന്നെ നമുക്ക് പുലയ സമൂഹമുണ്ട്. മഹാത്മാഗാന്ധിക്കൊക്കെ വളരെ ആദരവ് തോന്നിയ മഹാത്മാഗാന്ധി പുലയ രാജാവെന്ന് വിളിച്ചതാണ് മഹാത്മാ അയ്യങ്കാളി. വില്ലുവണ്ടി യാത്രയൊക്കെ നടത്തി കേരളത്തിലെ മുന്നോട്ട് നയിച്ചതിൽ മഹാത്മാ അയ്യങ്കാളി എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അയ്യങ്കയ്യാളി അടക്കമുള്ളവർ. പറയ സമൂഹമുണ്ട്, ശുഭാനന്ദ ഗുരുദേവൻ. നമ്പൂതിരി സമൂഹമുണ്ട്. അതിൽ കമ്മ്യൂണിസ്റ്റുകാരായി മാറിയ വ്യക്തികളാണ് EM ശങ്കര നമ്പൂതിരിപ്പാട്, നമ്മുടെ ആദ്യ മുഖ്യമന്ത്രി. അങ്ങനെ ഇപ്പം വിശ്വകർമ്മ സമൂഹമുണ്ട്. അങ്ങനെ വ്യത്യസ്ത ജാതി സമുദായങ്ങളുണ്ട്. ഈ സമുദായങ്ങൾ ഒരു റിയാലിറ്റിയാണ്. പക്ഷേ ജാതീയത, ഉച്ചനീചത്വം, ഇന്നയാൾ കൂടുതൽ, ഇന്നയാൾ കുറവ്, ഇന്നയാൾ നല്ലത്, ഇന്നയാൾ മോശം എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡ് ശരിയല്ല. നമ്മുടെ പൂർവികരെല്ലാം നോക്കിയത് ഇവരെ വിളക്കി ചേർക്കാനാണ്. അങ്ങനെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഹിന്ദു സമൂഹത്തിലുണ്ടെന്ന് പറയുന്ന സോക്കോൾഡ് ക്ലാഷ് ഈ നായർ ഈഴവ ക്ലാഷാണ്. അല്ലെങ്കിൽ നായർ ഈഴവരും അങ്ങോട്ടും ഇങ്ങോട്ടും യോജിക്കില്ല. എന്തൊക്കെ ഹിന്ദു ഐക്യം പറഞ്ഞാലും നായർ മോളെ ഈഴവന് കെട്ടിച്ചു കൊടുക്കില്ല, ഈഴവൻ തിരിച്ച് മോളെ നായർക്ക് കെട്ടിച്ചു കൊടുക്കില്ല, തുടങ്ങിയ കാര്യങ്ങൾ പറയും. അപ്പോൾ അവിടെയാണ് മന്നത്ത് പത്മനാഭനൊക്കെ എടുത്തൊരു നിലപാടെന്ന് പറഞ്ഞാൽ അത് ശ്രീനാരായണ ഗുരുദേവനെ വെച്ച് പറയുകയാണ്. നമ്മൾ നായന്മാരും ഈഴവന്മാരും നമ്പൂതിരിമാരും പുലയന്മാരും ആദിവാസികളും അമ്പലവാസികളും നമ്മളെല്ലാവരും ഇന്ന് ശ്രീനാരായണീയരാണ്. ശ്രീനാരായണ ഗുരു ഇതൊരു ബാലൻസാണ്, കൺസെൻസസ് ബിൽഡിംഗ് ആണ്. ഇങ്ങനെയല്ലേ മുമ്പോട്ട് പോകാൻ കഴിയും. ഇതൊരു പോസിറ്റീവ്. നമ്മുടെ ദ്രൗപദി മുർമു നമ്മൾ ഏറ്റവും ആദരിക്കേണ്ടതാണ്. ഒരു വലിയ സ്ത്രീയാണ്. അവർ പുതി ബിറാഞ്ചി, അവരുടെ ഒറിജിനൽ പേരെങ്ങനെ, അവർ സന്താൾ വിഭാഗത്തിൽ നിന്നാണ്. ഷെഡ്യൂൾഡ് ട്രൈബ്. ഇന്ത്യയിലെ ഏറ്റവും പ്രാചീനമായ ഗോത്ര വിഭാഗങ്ങളിലൊന്നാണ് സന്താൽ. അങ്ങനെ ഒരാൾ നമ്മുടെ പ്രസിഡന്റ് ആകുന്നത് നമ്മുടെ അഭിമാനമാണ്.